ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മറിയം അവിടേക്ക് വന്നു. ദാവീദ് സോഫയിലിരുന്നു, മറിയവും. സർവന്റ് അവർക്കായി കോഫി കൊണ്ടുവന്നു പോയി. ജോനത്താൻ നോക്കുമ്പോൾ മറിയത്തിന്റെ സന്തോഷം കണ്ടു. ഇവൾക്കെന്താ പതിവില്ലാതൊരു സന്തോഷം? ജോനത്താൻ ആലോചിച്ചു. മറിയം ഒരു കപ്പെടുത്ത് ദാവീദിന് കൊടുത്തു. അവനത് വാങ്ങി ജോനത്താനെ നോക്കി ചിരിച്ചു. മറിയം, നമുക്ക് സിനഗോഗിൽ പോകാൻ നേരമായി, ദാവീദ് പറഞ്ഞു. അവൾ വേഗം കോഫി കുടിച്ചെഴുന്നേറ്റു. രണ്ടും എന്നാ ചേർച്ചയാണേ? അവർ പോകുന്നത് നോക്കി ആര്യൻ പറഞ്ഞു. ശരിയാ, പക്ഷേ ദാവീദ് അവന്റെ തീരുമാനമൊന്ന് മാറ്റിയിരുന്നെങ്കിൽ, ആരോൺ പറഞ്ഞു. അതൊക്കെ മാറും ആരോൺ, ആര്യൻ പറഞ്ഞു. നീ പറഞ്ഞ പോലെ സേറ ഉള്ളിടത്തേക്ക് അവൻ വന്നില്ലേ, അവന്റെ തീരുമാനം മാറും, അല്ലെങ്കിൽ മാറ്റും നമ്മൾ. അത് മാറിയിട്ട് വേണം മോനെ അവന്റെയും അവളുടെയും കെട്ട് നടത്താൻ. ഈ ഇസ്രായേൽ തന്നെ ഇന്നേ വരെ കാണാത്ത രീതിയിൽ. ആരോൺ ചിരിച്ചു. എന്റെ ദാവീദും സേറയും. അപ്പോ റിബേക്ക? ജോനത്താൻ ചോദിച്ചു. ദാവീദ് വേണ്ടെന്ന് വെച്ചാൽ എന്ത് റിബേക്ക? ആരോൺ പറഞ്ഞു. അതിന് ദാവീദ് വേണ്ടെന്ന് വെക്കില്ലല്ലോ, ജോനത്താൻ മനസ്സിൽ പറഞ്ഞു. റിബേക്ക ഇവിടെ വരും മക്കളെ. അവന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ ചെയ്യാനുണ്ട്. ജോനത്താൻ ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു. ഹലോ റിബേക്ക. ജോനത്താൻ ഫോൺ ചെവിയിൽ വെച്ചു. പറയൂ ജോനത്താൻ. റിബേക്ക, താൻ ഉടനെ വന്നില്ലെങ്കിൽ തന്റെ ദാവീദും വിശുദ്ധയെ തന്റെ ഭാര്യസ്ഥാനവും കയ്യിൽ നിന്ന് പോകും. ഇവിടെ അവരെ ഒന്നിപ്പിക്കാനുള്ള പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുക. ജോനത്താൻ പ്ലീസ്, അത് തടയണം. താൻ വന്നാലേ അത് നടക്കൂ റിബേക്ക. തനിക്കിവിടേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരാം. വരാം, അവരെ ഒന്നാകാൻ അനുവദിക്കരുത് പ്ലീസ് ജോനത്താൻ. ഓക്കെ, ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കാം. ജോനത്താൻ ചിരിച്ചു. ഒന്നായവരെ പിരിക്കാൻ നിനക്കാകില്ല, ധ്യാനത്തിനായി കണ്ണുകൾ അടയ്ക്കുന്നതിന് മുൻപ് ദാവീദ് മനസ്സിൽ പറഞ്ഞു. ജോ, ആരോൺ അവന്റെ അടുത്തേക്ക് വന്നു. യെസ്. അവൻ അവനെ നോക്കി. നമുക്ക് ജെറുസലേം വരെ പോകണം, പ്രൊജക്ടിന്റെ കാര്യത്തിനായിട്ട്. അവിടുന്ന് വിളിച്ചിരുന്നു. ഞാൻ വരണോ? ജോനത്താൻ ചോദിച്ചു. പിന്നെ വരാതെ? നീ വരണം, ഫോട്ടോ പിന്നെ ആരെടുക്കും? വരാം. ആരോൺ പോയപ്പോൾ ജോനത്താൻ സോഫയിലിരുന്നു. ഞങ്ങളിവിടെ നിന്ന് പോയാൽ സേറയും ദാവീദും മാത്രമാകും. ഈ യാത്ര എങ്ങനെയെങ്കിലും മുടക്കണം, അല്ലെങ്കിൽ സേറയെ കൂടി ഒപ്പം കൂട്ടണം. ദാവീദിന്റെ ഒപ്പം അവളെ നിർത്തിയാൽ ശരിയാകില്ല. അവളെങ്ങാനും അവന്റെ ആയാൽ എന്താ ഒരു വഴി? ആര്യ, നീ വരുന്നുണ്ടോ ജെറുസലേമിലേക്ക്? ആരോൺ ചോദിച്ചു. എനിക്കവിടെ കുറച്ച് സ്ഥലങ്ങളിൽ പോകണം. ആ ബ്രോ, ഇവിടെ ഇരുന്ന് ബോറടിച്ചു. നമ്മൾ മാത്രമേ ഉള്ളൂ. ജോ ഉണ്ട്. ദാവീദിനെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അവന്റെ പഠനം കഴിഞ്ഞിട്ടില്ലല്ലോ. സേറയും വേണമല്ലോ കൂടെ. ആരോൺ, നമ്മൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. ഞാനത് ആലോചിച്ചു. എന്തായാലും 1 വീക്ക് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകും. അവിടെയാണെങ്കിൽ ഇത്രയും പ്രൈവസി അവർക്ക് കിട്ടില്ല. ഇത് നല്ലൊരു അവസരമാണ്. യെസ്, അവരൊറ്റയ്ക്കാകുമ്പോൾ ഒരുപാട് സംസാരിക്കും. ആ പഴയ പോലെയാകും. അങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും ദാവയ്ക്കും സേറയ്ക്കും ആകില്ല. അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നു. ആര്യൻ ചിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജോനത്താൻ അവിടേക്ക് വന്നു. ആരോൺ, നമ്മൾ രണ്ടുപേരും മാത്രമാണോ പോകുന്നത്, അതോ എല്ലാവരും ഉണ്ടോ? എല്ലാവരും എങ്ങനെയാ വരിക? ദാവീക്കും മറിയത്തിനും സിനഗോഗ് പോകണം. ആര്യനുണ്ട് നമ്മുടെ കൂടെ. അപ്പോ സേറയും ദാവീദും മാത്രം ഇവിടെ ഒറ്റയ്ക്ക്? എങ്ങനെ ആരോണിനെ സേറയെ ഒറ്റയ്ക്കാക്കി പോകാൻ കഴിയുന്നു? ജോനത്താൻ ചോദിച്ചു. ജോ, എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, സേറ എന്റെ അനിയത്തിയാണ്, ഒരേ രക്തം. അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്കില്ലാത്ത വേവലാതി ജോയ്ക്ക് വേണ്ട. അവളെ ആരെ ഏൽപ്പിക്കുന്നതിനേക്കാൾ സേഫായിടത്താക്കിയിട്ടാ ഞങ്ങൾ പോകുന്നത്. ദാവീദിനേക്കാൾ അവളെ സംരക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല. മനസ്സിലായല്ലോ? താങ്കൾ നല്ലൊരു സുഹൃത്താണ്. എന്നോടുള്ള സ്നേഹം പോലെ താങ്കൾക്ക് എന്റെ അനിയത്തിയോട് സ്നേഹമുണ്ട്. അവളെ കെയർ ചെയ്യുന്നതിന് നന്ദി. പക്ഷേ ഒരു പരിധിക്കപ്പുറം സേറയുടെ ജീവിതം തീരുമാനിക്കുക അവളാണ്. അവളോട് വരാൻ പറഞ്ഞാൽ, അവൾ ഇല്ലെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് വലിച്ചുകൊണ്ടു പോകുന്ന ഒരുതരം കലിപ്പനാങ്ങളെ അല്ല കേട്ടോ. അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദാവീദ്, അവനെക്കുറിച്ച് ഞാൻ പറയാൻ നിന്നാൽ ഈ ദിവസം പോരാതെ വരും. ഡോണ്ട് വറി. ആരോൺ അവന്റെ തോളിൽ തട്ടി പറഞ്ഞു. ജോനത്താൻ തന്റെ റൂമിലേക്ക് പോയി. ജോയ്ക്ക് സെറാപ്പിയോട് എന്തോ ഉണ്ട്, ആര്യൻ പറഞ്ഞു. ഏയ്, ജോ അങ്ങനെയൊന്നുമല്ല.
ആരോൺ പറഞ്ഞു. സേറാപ്പിയേക്കാൾ നല്ല കുട്ടികൾ, കാണാൻ ഒന്നുകൂടി നല്ല മോഡേൺ ആയിട്ടുള്ള കുട്ടികൾ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കങ്ങനെ തോന്നി. എന്തെങ്കിലും ആട്ടെ. പക്ഷേ അങ്ങനെയൊരു കാര്യം ജോനത്താൻ പറഞ്ഞാൽ? നോ, മറ്റൊന്നും കൊണ്ടല്ല. ജോ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. പക്ഷേ ദാവിക്ക് മാറ്റം വരും, എനിക്ക് വിശ്വാസമുണ്ട്, ആരോൺ പറഞ്ഞു. ആര്യൻ ചെന്ന് ആരോണിനെ കെട്ടിപ്പിടിച്ചു. അവരൊന്നിക്കും ആരോൺ. നമ്മൾ വീണ്ടും 4 പേര്. സേറാപ്പി നമ്മുടെ അടുത്ത് നിന്ന് പോകുകയില്ല. ആര്യൻ ചിരിച്ചു. പോകണമെന്ന് നിർബന്ധമാണോ ആരോൺ? മെറിയം മുഖം വീർപ്പിച്ചു. എന്നാൽ ആര്യൻ പോകണ്ട. അയ്യടാ, ഇവിടുന്ന് എങ്ങോട്ടും പോകാതെ എനിക്ക് ബോറടിക്കുക. ജെറുസലേം എങ്കിൽ ജെറുസലേം, ഞാൻ പോയി വരാം. എന്ന് വരും നിങ്ങൾ? ദാവീദ് ചോദിച്ചു. 2 or 3 ഡേ, അപ്പോഴേക്കും തിരിച്ചെത്തും, ആരോൺ പറഞ്ഞു. ഓക്കെ, എൻ്റെ പഠനം കഴിയുമ്പോഴേക്കും എത്തിയേക്കണം. അതൊക്കെ എത്തും, ആരോൺ പറഞ്ഞു. ജോനത്താൻ ഒന്നും മിണ്ടാതെ മെറിയത്തെ നോക്കിയിരുന്നു. ആരോൺ, എനിക്കെന്ത് കൊണ്ടുവരും? മെറിയം ചോദിച്ചു. എൻ്റെ പൊന്ന് സേറ, ഈ ജെറുസലേമിലേക്കാണ്. അവിടുന്ന് ഞാൻ എന്തു കൊണ്ടുവരാനാ? നോക്കട്ടെ. താങ്ക് യു. അവൾ ആരോണിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ നാളെ മോർണിംഗ് ഞങ്ങൾ പോകും, ആരോൺ പറഞ്ഞു. അന്നേരമാണ് ദാവീദിന് കോൾ വന്നത്. എക്സ്ക്യൂസ് മീ. അവൻ ഫോൺ കൊണ്ട് പുറത്തേക്ക് ഇരുട്ടിലേക്ക് ഇറങ്ങി. ഹലോ ഇവ. ദാവി, ഞാൻ ഇസ്രായേലിലേക്ക് വരികയാണ്. എന്തിന്? എന്തിനെന്നോ? എനിക്ക് നിന്നെ കാണണം ദാവി. ഐ മിസ് യു. എത്ര മാസമായി ഞാൻ നിന്നെ കണ്ടിട്ട്. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ അവിടേക്ക് വരും, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ദാവീദ് പറഞ്ഞു. ഞാൻ വരും. ഞാൻ പറയുന്നത് കേൾക്കിവാ, ദാവീദ് പറഞ്ഞു. ഇല്ല, ഇതിൽ നിന്നെ ഞാൻ അനുസരിക്കില്ല. എനിക്കറിയാം, ഞാൻ വന്നാൽ നിനക്ക് സേറയുടെ കൂടെ കറങ്ങാൻ കഴിയില്ല. മതി. എന്തിനാ മെറിയത്തിനെ ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത്? വരുത്തുന്നതാണ് നീ, റിബേക്ക പറഞ്ഞു. നിന്നെ അവളേക്കാൾ ഏറെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. കള്ളമാണത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ വരില്ല. ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്നെ ഈ ലോകത്ത് എൻ്റെ മമ്മ കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹിക്കുന്നത് മെറിയമാണ്. അതാ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പോയത്. അവൾ പോയത് നിന്നെ അവൾക്ക് വേണ്ടാത്തത് കൊണ്ടാ. പക്ഷേ ഞാൻ അങ്ങനല്ല. എനിക്ക് നിന്നെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ വരും. നീ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്നെ വിവാഹം കഴിക്കാമെന്ന്. സോറി, ദാവീദ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിന്നെ വിവാഹം കഴിക്കാമെന്നതല്ല, നിന്റെ കൂടെ ഉണ്ടാകാമെന്നാണ്. അതെ, അതിന് തന്നെയാ ഞാൻ വരുന്നത്. നീ എൻ്റെ കൂടെ വേണം. ടിക്കറ്റ് റെഡിയായാൽ ഉടനെ ഞാൻ വരും ദാവി. അവൾ ഫോൺ കട്ട് ചെയ്തു. ദാവീദ് തിരിഞ്ഞു നോക്കുമ്പോൾ ജോനത്താൻ നിൽക്കുന്നുണ്ടായിരുന്നു. റിബേക്ക, ഇവ ആൽവിൻ വരുന്നു അല്ലേ? അവൻ ചിരിച്ചു. നിന്റെ കളിയാണല്ലേ? ദാവീദ് അവനെ നോക്കി. ഉറപ്പല്ലേ ദാവീദ്? പക്ഷെ ജോനത്താൻ, നിനക്ക് തെറ്റി. അവളല്ല, മരിച്ചുപോയ നിന്റെ അബ്ബ ജോഷ വന്ന് നിന്നാലും മിറിയത്തെയും എന്നെയും അകറ്റാൻ കഴിയില്ല. ഞങ്ങളെ അകറ്റി ഈ ലോകത്തിന്റെ 2 അറ്റത്തിട്ടാലും ഞങ്ങൾ ഒന്നാകും. എൻ്റെ മെറിയത്തോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, വസന്തം വരിക തന്നെ ചെയ്യുമെന്ന്. വരുമെന്നല്ല, വന്നു. നീ നിനക്കറിയാവുന്ന ആട്ടമെല്ലാം ആടി തീർക്ക്. ദാവീദ് ഈ ഇസ്രായേലിന്റെ മണ്ണിൽ തന്നെ ഉണ്ടാകും. അവൻ അകത്തേക്ക് പോയി. മിറിയം ആരോണിന്റെ ഡ്രസ്സെല്ലാം ബാഗിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. സെറാപ്പി, നീ എന്തിനാ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, അവൾ പറഞ്ഞു. ബ്രോ പോകുന്നതിന്റെ സങ്കടമാണോ? എന്റെ ഒപ്പമല്ലേ? ആര്യൻ പറഞ്ഞു. ജോനത്താൻ കൂടെ ഉള്ളതാ എന്റെ ഭയം, അവൾ മനസ്സിൽ പറഞ്ഞു. യാഹേ, എന്റെ ദൈവമേ, എന്റെ ആരോണിനെയും ആര്യനെ നീ സാത്താന്റെ കർമ്മങ്ങളിൽ നിന്നും സാത്താന്റെ സന്തതികളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ, മിറിയം മനസ്സിൽ പ്രാർത്ഥിച്ചു. സെറാപ്പി, ആരോൺ അവളുടെ അടുത്ത് വന്നു. ഞാൻ ആദ്യമായിട്ടല്ലല്ലോ പോകുന്നത്. ഷെടാ, ഞാൻ സ്കോട്ട്ലാൻഡ് പോകുമ്പോൾ കൂടി കരയാത്തവളാണ്. ചേട്ടായി സൂക്ഷിക്കണം. ആര്യൻ, നീയും. അയ്യേ, ആര്യൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എന്റെ സെറാപ്പി കരയുന്നോ? മിറിയം പെട്ടെന്ന് ആര്യനെ കെട്ടിപ്പിടിച്ചു. എന്തു പറ്റി നിനക്ക്? ആരോൺ ചോദിച്ചു. എന്താ മിറിയം? ദാവീദ് അവിടേക്ക് വന്നു. ഇവള് ഞങ്ങൾ പോകുന്നതിന് കരച്ചിലാണ്, ആര്യൻ പറഞ്ഞു. പഗ്. ദാവീദ് തോളിൽ കൈവച്ചപ്പോൾ അവൾ കണ്ണു തുടച്ചു. ചെല്ല്, റൂമിലേക്ക് ചെല്ല്. ദാവീദ് പറഞ്ഞപ്പോൾ അവൾ റൂമിലേക്ക് പോയി. ഡ്രസ്സെല്ലാം റെഡിയാക്കിയോ? ദാവീദ് ചോദിച്ചു. ഓൾമോസ്റ്റ് കഴിഞ്ഞു, ആരോൺ പറഞ്ഞു. എന്നാൽ കിടന്നോ, കാലത്ത് പോകാനുള്ളതല്ലേ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ദാവീദ് തന്റെ റൂമിലേക്കും ആര്യൻ തന്റെ റൂമിലേക്കും തിരിഞ്ഞു. ആര്യ, ദാവീദ് അവനെ വിളിച്ചു.
എന്താടാ? ആര്യ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. പറയേ. നീ അവൻ്റെ ഒപ്പം പോകുന്നത് നന്നായി. ആരോണിൻ്റെ ഒപ്പം നീ വേണം. ഒറ്റയ്ക്ക് അവനെ ജോനത്താൻ്റെ കൂടെ വിടരുത്. കാരണമൊന്നും അറിയണ്ട. പക്ഷേ നീ പറഞ്ഞതല്ലേ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, എന്തുണ്ടായാലും എന്നെ അപ്പോൾ തന്നെ വിളിക്കണം. ഏത് പാതിരാത്രിക്കായാലും. ഓക്കേടാ, ശരി, കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആര്യൻ റൂമിലേക്ക് പോയി. ദാവീദ് നേരെ ചെന്നത് മിറിയത്തിന്റെ അടുത്തേക്കായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മിറിയത്തെ ദാവീദ് പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. എന്താ പഗ് നിനക്ക് പറ്റിയത്? എനിക്ക് ഭയമാകുന്നു. എൻ്റെ ആരോണിനും എൻ്റെ ആര്യനും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. ജോനത്താൻ അവരെ എന്തെങ്കിലും ചെയ്താൽ. ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ദാവീദ് അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ദാവി. അവൾ കണ്ണുകൾ അടച്ചു നിന്നു. സെർവന്റ് കാറിൽ അവരുടെ ബാഗുകൾ എടുത്തു വെച്ചു. ഡ്രസ്സ് മാറി ജോനത്താൻ മിറിയത്തിന്റെ റൂമിലേക്ക് ചെന്നു. എന്താ ജോ? ഞാൻ 2-3 ദിവസം കഴിഞ്ഞേ വരൂ. നീയും ദാവീദും മാത്രമേ ഇവിടെ ഉള്ളൂ. അതിന്? അധികം അവനോട് അടുത്ത് പെരുമാറാൻ നിൽക്കണ്ട. നീ സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. ജോനത്താന് വിശ്വാസമുണ്ടെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. സെറാം, എനിക്ക് അവനെ വിശ്വാസമില്ല, അതാ. ജോ, ടൈമായി. അവർ നിന്നെ വെയിറ്റ് ചെയ്യുകയാകും. മറിയം പറഞ്ഞു. മിസ് ചെയ്യും നിന്നെ. ജോനത്താൻ അവളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. മറിയത്തിന് ആകെ അസ്വസ്ഥത തോന്നി. ബൈ, അവൻ അവളെ വിട്ടിട്ട് പറഞ്ഞു. മറിയത്തിന് ആകെ ദേഷ്യം വന്നു. അപ്പോ ഓക്കെ, 2 ഡേ കഴിഞ്ഞ് കാണാം, ജോനത്താൻ ദാവീദിനോട് പറഞ്ഞു. കാണണം. ദാവീദ് ചിരിച്ചു. ഓക്കെ ബ്രോ. ആരോൺ ദാവീദിനെ കെട്ടിപ്പിടിച്ചു. യാഹ എപ്പോഴും നിന്റെ ഒപ്പമുണ്ട്, ദാവീദ് അവന്റെ ചെവിയിൽ പറഞ്ഞു. ആരോൺ ചെന്ന് മറിയത്തെ നോക്കി. സെറ, ദാവീദിനെ നോക്കണം കേട്ടല്ലോ. അവൾ മൂളി. അപ്പോ ഓക്കേടാ, ആര്യൻ പറഞ്ഞു. അവർ 3 പേരും കാറിൽ കയറി. കാറ് ഗേറ്റ് കടന്നപ്പോൾ മിറിയം ദാവീദിനെ നോക്കി. അവൻ കൈ നീട്ടിയപ്പോൾ മിറിയം ചെന്ന് ദാവീദിനെ കെട്ടിപ്പിടിച്ചു. ഇനി ഇവിടെ ഈ ഇമ്മാനുവലേത്തനും എസ്തേറും മാത്രം, ദാവീദ് പറഞ്ഞു. അവർ വീട്ടിലേക്ക് നടന്നു. ദാവീദ് ബുക്ക് വായിക്കുമ്പോൾ മിറിയം അവിടേക്ക് ചെന്നു. ദാവി, മതി ബുക്ക് വായിച്ചത്. ഏത് നേരവും ഇത് തന്നെ. പിന്നെ ഈ രാത്രി ഓടാൻ പോകണോ പഗ്? എൻ്റെ അമ്മോ, ചളി. ഇതിനേക്കാൾ ഭേദം എൻ്റെ ആര്യനാണ്. ചളിക്ക് ഇത്ര ഒഴുക്ക് കാണില്ല. ശരി, നീ പറ, എന്തു വേണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മിറിയം അവനെ നോക്കി ചോദിച്ചു. ചോദിക്ക്. ദാവിക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാ? വായോ, കാണിച്ചു തരാം. അവൻ അവളെ കൂട്ടി ജനലിന്റെ അടുത്തേക്ക് പോയി ആകാശം കാണിച്ചു കൊടുത്തു. നീ നക്ഷത്രങ്ങളെ കണ്ടോ? അവയെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിനക്ക് കഴിയുമോ? ഇല്ല. ഈ ലോകത്ത് അസംഭവ്യങ്ങളായ കാര്യങ്ങളിൽ ഒന്നാണ് എനിക്ക് നിന്നോട് സ്നേഹം, പ്രണയം എത്രത്തോളം എന്നത് അളക്കുന്നത്. അതിന് അറ്റവുമില്ല, അന്ത്യവുമില്ല. അത് കേട്ടപ്പോൾ മിറിയം പുഞ്ചിരിച്ചു. ഇനി ഇത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ? മിറിയം സേറ എബ്രഹാം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? മിറിയം സേറ ദാവീദിനോളം, എസ്തേർ ഇമ്മാനുവലിനെ സ്നേഹിക്കുന്ന അത്രത്തോളം, ദാവീദ് മിറിയത്തെ സ്നേഹിക്കുന്നതിൻ്റെ 1000 ഇരട്ടിയോളം. മിറിയം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും നിന്നിൽ നിന്നാണ്. എങ്കിൽ ഈ സ്നേഹം മുഴുവൻ ദാവീദ് എടുക്കുവാണ്, ഒരു തരി പോലും പുറത്തേക്ക് തുളുമ്പി പോകാതെ. യാഹേ, അബ്രഹാം കുരിശിങ്കലിന്റെയും കെയ്റയുടെയും മകളായ മിറിയം സേറ എബ്രഹാമിനെ നഥാൻ ഡാനിയൽ ഏത്തന്റെയും കാതറിൻ കെയ്റ്റ് മൈക്കിളിന്റെയും മകനായ ദാവീദ് നഥാൻ ഏത്തൻ എന്ന ഞാൻ എന്നേക്കുമായി മനസ്സിന്റെയും ശരീരത്തിന്റെയും പാതിയായി സ്വീകരിച്ചിരിക്കുന്നു. കെതുബ അഥവാ വിവാഹ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിലാണ്. അവിടുന്ന് ഒരിക്കലും അത് മാഞ്ഞു പോകില്ല. ദാവീദ് മിറിയത്തിന്റെ കൈപിടിച്ചു പറഞ്ഞു. ദാവീദ് നെഞ്ചിൽ കിടക്കുന്ന മിറിയത്തിന്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. മിറിയം വിരൽ കൊണ്ട് ദാവീദിന്റെ നെഞ്ചിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ അവന്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് മിറിയം എന്നെഴുതി. മിറിയം. അവൻ കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു. അവൾ വീണ്ടും എഴുതി. ദാവീദ്. അവൻ പറഞ്ഞു. അവൾ മറ്റൊരു പേര് അവന്റെ നെഞ്ചിൽ എഴുതി. നോ, ദാവീദ് പറഞ്ഞു. വൈ? അവൾ ചോദിച്ചു. നഥാന്യ. ദാവീദ് പറഞ്ഞു.
അത് പെൺകുട്ടിയല്ലേ? നമുക്ക് പെൺകുഞ്ഞാണുണ്ടാവുക, ജസ്റ്റ് ലൈക്ക് യു. അതെങ്ങനെ? അവൾ മുഖമുയർത്തി നോക്കി. അത് ഇങ്ങനെ. ദാവീദ് അവളെ ചുംബിച്ചു. പറയേ ദാവി, ശരിക്കും ആൺകുഞ്ഞല്ലേ ഉണ്ടാവുക? അല്ല പഗ്, നമുക്ക് പെൺകുഞ്ഞാണ്. ഏഥൻ ഒരു പെണ്ണ് ഭരിക്കട്ടെ. അപ്പോൾ നിന്നെപ്പോലെ കുഞ്ഞും? അതെനിക്കറിയില്ല. ദാവീദ് ചിരിച്ചു. അപ്പോൾ എന്താ നഥാനിയ? നഥാനിയ എന്നാൽ ദൈവത്തിൻ്റെ ദാനമെന്നാണ്. മാത്രവുമല്ല, നെഥാനിയ എന്ന പേരിൽ എൻ്റെ അബ്ബയുണ്ട്, നഥാൻ. നെഥാനിയ ഒരു പ്രവാചകയായിരുന്നു, കിങ് ദാവീദിൻ്റെ. സോ ഞാനും എൻ്റെ അബ്ബയുമുണ്ട്. അപ്പോൾ ഞാൻ? അവൾ മുഖം വീർപ്പിച്ചു. നഥാനിയ മിറിയം ഏഥൻ. എങ്ങനെയുണ്ട്? ഇപ്പോൾ നീയുമുണ്ടല്ലോ. ഈ പേരെപ്പോൾ കണ്ടെത്തി? അവൾ കൗതുകത്തോടെ അവനെ നോക്കി. കണ്ടെത്തി? ദാവീദ് ചിരിച്ചു. നെഥാനിയ മിറിയം ഏഥൻ, മിറിയം സ്വയം പറഞ്ഞു. പക്ഷെ ദാവി, പെൺകുട്ടികൾക്ക് ഫാമിലി നെയിം ഉപയോഗിക്കാറില്ലല്ലോ. ആ നിയമം ഞാൻ തെറ്റിക്കുന്നു, ദാവീദ് പറഞ്ഞു. പക്ഷേ അവളെങ്ങനെയാ ഏഥൻ ഭരിക്കുക? മിറിയം ചോദിച്ചു. ഈ ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ആരാണ്? ഏഥൻ്റെ രാജാവ്. നീ രാജ്ഞി. നമ്മുടെ കുഞ്ഞ് രാജകുമാരി. അത് കേട്ടപ്പോൾ മിറിയത്തിന് നാണം വന്നു. അവൾ നഥാനെ കെട്ടിപ്പിടിച്ചു. നമ്മുടെ ജീവിതം നിർണയിക്കാൻ നമുക്കിടയിലേക്ക് ഒരാൾ വന്നേ പറ്റൂ മിറിയം, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചു. നടക്കാൻ പോകുന്ന കളികളുടെ കുരുക്കുകൾ അറിയാത്ത മിറിയം ദാവീദിന്റെ നെഞ്ചിൽ കിടന്നു. മോള് പോകാൻ തന്നെ തീരുമാനിച്ചോ? എലീന ചോദിച്ചു. അതെ മമ്മ, ഞാൻ ദാവീദിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ വരണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോകും. പോയിട്ട് എനിക്ക് ദാവീദിനെ സ്വന്തമാക്കണം. എന്നിട്ട് ആ സേറയെ, അവൻ്റെ മമ്മയെ, അബ്ബയെ എല്ലാവരെയും എനിക്ക് എൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരണം. അവരെ എനിക്ക് ഭരിക്കണം, ഇഞ്ചിഞ്ചായി കൊല്ലണം. വേണം മോളെ, നിന്റെ പപ്പയെ കൊന്ന അവളെയും അതിന് കൂട്ടുനിന്ന ബാക്കി എല്ലാവരെയും കൊല്ലണം. എൻ്റെ ആൽവിൻ നഷ്ടപ്പെട്ട വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഞാൻ നിന്റെ പപ്പയെ ആഗ്രഹിച്ച ഒരുപാട് സമയമുണ്ടായിരുന്നു. നിന്നെ ഗർഭിണിയായിരിക്കുന്ന നിമിഷങ്ങളിൽ, നിന്നെ പ്രസവിക്കുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ, നീ പപ്പയെ കാണണമെന്ന് പറഞ്ഞ് കരയുമ്പോഴെല്ലാം അതിനൊന്നും അവൾ എൻ്റെ ആൽവിനെ എനിക്ക് വിട്ടു തന്നില്ല. എന്നിട്ട് അവൾ നഥാന്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിച്ചു എൻ്റെ കൺമുന്നിൽ, ഏഥൻ കുടുംബത്തിലെ രാജ്ഞിയായിട്ട്. ഇനി ആ സ്ഥാനം എൻ്റെ മോൾക്ക. എൻ്റെ മോൾ അവരെ എല്ലാം ഭരിക്കണം. മമ്മയ്ക്കത് കാണണം. മമ്മയത് കാണും. മമ്മയെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. എൻ്റെ മമ്മ അവിടെ വേണം എനിക്കൊപ്പം. റബേക്ക ചിരിച്ചു. നാളെയോ മറ്റന്നാളോ ടിക്കറ്റ് റെഡിയാകുമെന്ന് ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ചിരുന്നു. മമ്മയ്ക്ക് സങ്കടമുണ്ടോ ഞാൻ പോകുന്നതിൽ? ഇല്ല, എൻ്റെ മോള് പോകുന്നത് നല്ലൊരു കാര്യത്തിനല്ലേ. മമ്മയ്ക്ക് സങ്കടമില്ല. മോൾക്ക് വേണ്ടി മമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മമ്മ സേറയെ നൽകണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. സേറയെ ഞാൻ ബലി കൊടുക്കും മമ്മ. അവൾ ചിരിച്ചു. സേറ പോയാൽ പിന്നെ ദാവി എൻ്റേതാ, എൻ്റേത് മാത്രം. എളുപ്പമല്ല അത്, അറിയാം. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെ? എലീന ചോദിച്ചു. അത് മമ്മ, അത് നമ്മുടെ ദൈവവും എൻ്റെ കൂടെയുണ്ട്. മമ്മയുമുണ്ട്, മമ്മയുടെ പ്രാർത്ഥനയും. എലീന റിബേക്കയുടെ മുടിയിൽ തലോടി പുറത്തേക്ക് പോയി. എലീന പോയപ്പോൾ റിബേക്ക ഫോൺ എടുത്തു. എക്സ്ക്യൂസ് മീ. ജോനഥാൻ ഫോൺ എടുത്ത് ആരോണിനോടും ആര്യനോടും പറഞ്ഞു. പറയൂ റിബേക്ക. ജോനഥാൻ ഇപ്പോൾ എവിടെയാ? ഞാൻ ജെറുസലേമാണ്. ആരോണിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. എല്ലാവരും വന്നിട്ടുണ്ടോ? റിബേക്ക ചോദിച്ചു. ഇല്ല, ഞാനും ആരോണും ആര്യനും മാത്രം. വാട്ട്? അപ്പോൾ ദാവിയും സേറയും? അവർ അവിടെ സിനഗോഗിൽ. അവർ രണ്ടുപേരും മാത്രമോ? അതെ, ജോനഥാൻ പറഞ്ഞു. ജോനഥാൻ, നിങ്ങൾക്ക് എങ്ങനെ അവരെ അവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകാൻ തോന്നിയത്? റിബേക്ക ദേഷ്യത്തോടെ ചോദിച്ചു. റിബേക്ക, എനിക്ക് പോകാതെ വേറെ തരമില്ലായിരുന്നു. ആരോണിന് എന്ത് തോന്നും? എനിക്കിവർക്കിടയിൽ ആകെയുള്ള പിടി ആരോൺ മാത്രമാ. അവനെ മുഷിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ജോനഥാൻ, അവർ മാത്രമായാൽ സേറ എങ്ങനെയെങ്കിലും ദാവീദിനെ മനസ്സിൽ കയറിപ്പറ്റാൻ ശ്രമിക്കും. പഠിച്ച കള്ളിയാണവൾ. അപ്പോ ദാവീദോ? ജോനഥാൻ ചോദിച്ചു. അങ്ങനെ സേറയെ മാത്രം പറയണ്ട. നിനക്കറിയാമല്ലോ. എന്നിട്ടും റിബേക്കയ്ക്ക് ദേഷ്യം മരിച്ചു കയറി. റിബേക്ക, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. മതി, ഞാൻ ദാവിയെ വിളിക്കട്ടെ. അവൾ ഫോൺ കട്ട് ചെയ്ത് ദാവീദിന്റെ ഫോണിലേക്ക് വിളിച്ചു. ആരാ ദാവി വിളിക്കുന്നത്? മിറിയം ചോദിച്ചു. ഇവ. അവൻ മിറിയത്തെ നോക്കി. ഹലോ,
എന്താ ഇവ, ഉറക്കമൊന്നുമില്ലേ? നീ ഉറങ്ങുകയായിരുന്നോ? അവൾ ചോദിച്ചു. യെസ്. സേറ എവിടെ? റൂമിൽ, ദാവീദ് പറഞ്ഞു. അവൾ എന്തു ചെയ്യുക? ഉറങ്ങുമായിരിക്കും, ദാവീദ് പറഞ്ഞു. എവിടെ? റിബേക്ക ചോദിച്ചു. ബെഡിൽ. ആരുടെ ബെഡിൽ? അവൾക്ക് ദേഷ്യം വന്നു. അവൾക്ക് അവകാശപ്പെട്ട ബെഡിൽ. അതല്ല, നിന്റെ ഒപ്പമാണോ അവൾ കിടക്കുന്നത്? റിബേക്ക ചോദിച്ചു. അതെ. ദാവീദിന്റെ മറുപടി കേട്ടപ്പോൾ മിറിയം അവനെ നോക്കി. ദാവി, കള്ളം പറയല്ലേ, എനിക്ക് സത്യമാണ് അറിയേണ്ടത്. ഇവ, നിനക്ക് വിളിക്കുമ്പോൾ എല്ലാം അറിയേണ്ടത് മിറിയം എവിടെയാ, എന്ത് ചെയ്യുന്നു എന്നല്ലേ. നീ അവളെ വിളിച്ച് സംസാരിക്കേ. അവളുടെ വിശേഷങ്ങൾ നീ അവളോട് തന്നെ ചോദിക്കേ. എനിക്കിപ്പോൾ ഉറങ്ങണം. അവൻ ഫോൺ കട്ട് ചെയ്തു. റിബേക്കയ്ക്ക് ഒരു സമാധാനവും ഇല്ല അല്ലേ? മിറിയം ചോദിച്ചു. എങ്ങനെ ഉണ്ടാകാനാ? നിനക്ക് ഏത്തൻ ഗാർഡനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നോ? സങ്കടമായിരുന്നു എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു എന്നതിൽ. പക്ഷേ എനിക്ക് നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അവൾക്കില്ലാത്തതും അതുതന്നെയാ. അങ്ങനെയുള്ളപ്പോൾ സമാധാനം പോകും. പക്ഷെ ദാവി, ഒരു തരത്തിൽ നമ്മളവളെ ചതിക്കുകയല്ലേ? അങ്ങനെ നിനക്ക് തോന്നുന്നത് നിന്റെ നല്ല മനസ്സായതുകൊണ്ടാണ് പഗ്. ചതി നിന്നോളം, എസ്തേറിനോളം ചതിക്കപ്പെട്ട ആരാണുള്ളത്? നിന്റെ ജനനം, കർമ്മം, മരണം എല്ലാം ചതിയായിരുന്നു. നിന്നെ മാറ്റിക്കിടത്തിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് പഗ്. എസ്തേർ ഇമ്മാനുവേലിന്റെ ഭാര്യയായി സന്തോഷത്തോടെ അവർ ജീവിച്ചേനെ, അല്ലേ? മിറിയം മൂളി. മിറ ഇമ്മാനുവേലിന്റെ ഭാര്യയായി വരാൻ വേണ്ടി നിന്നെ മാറ്റിക്കിടത്തി. പക്ഷെ ദാവി, മിറ ഒരിക്കലും സാത്താനെ ആരാധിച്ചിട്ടില്ല. ഇല്ല, പക്ഷേ അവളുടെ മാതാപിതാക്കൾ, അതായത് നിന്റെ വളർത്തച്ഛനും അമ്മയും അവൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത്. അവൾ രക്തം കൊണ്ട് ഇരുണ്ട ഭൂമിയിലേതാണ് പഗ്. അവളുടെ തെറ്റല്ലല്ലോ. അല്ല, അതുകൊണ്ട് തന്നെ ദൈവം എന്നെ കൊണ്ട് അവൾക്ക് എൻ്റെ ജീവിതം വെച്ച് നീട്ടിയത്. പക്ഷേ അവൾക്കത് വേണ്ട. അങ്ങനെയെങ്കിൽ അന്നത്തെ എസ്തേറും ഇന്നത്തെ റിബേക്കയും ഒരു വ്യത്യാസവുമില്ലല്ലോ ദാവി. പക്ഷേ അവരിൽ നിന്നെല്ലാം നിനക്ക് വ്യത്യാസമുണ്ട്. അവൻ അവളെ നോക്കി ചിരിച്ചു. നീ എസ്തേറാണ്, ഇമ്മാനുവൽ കണ്ട എസ്തേർ. അവിടെ എസ്തേർ ഇരുണ്ട ഭൂമിയിലേതല്ല, ഇമ്മാനുവലിന്റെ മനസ്സിലേതാണ്. ദാവീദ് അവളുടെ നെറുകയിൽ ചുംബിച്ചു. പിറ്റേന്ന് കാലത്ത്, ഞാൻ ഡ്രൈവ് ചെയ്തോളാം, ആരോൺ പറഞ്ഞു. ഇവിടുന്ന് കുറച്ചു ദൂരമുണ്ട്. ജോനഥാനും ആരോണും കാറിൽ കയറി. ഇന്നത്തോടെ കഴിയുമോ? ജോനഥാൻ ചോദിച്ചു. ഇന്ന് നമ്മൾ പോകുന്നതല്ലേ ഉള്ളൂ ജോ, ആരോൺ പറഞ്ഞു. ആര്യ, നിനക്ക് കുറച്ചു നേരം ബോറടിക്കും. പ്രശ്നമുണ്ടോ? മൊബൈൽ യൂസ് ചെയ്യാമല്ലോ. അതൊക്കെ യൂസ് ചെയ്യാം. എങ്കിൽ എനിക്കെന്ത് ബോറടി? ഞാൻ വല്ല ജൂതക്കുട്ടികളെയും നോക്കി മൊബൈലിൽ കളിച്ചിരുന്നോളാം. ജോനഥാന്റെ മനസ്സിൽ നിറയെ റിബേക്ക പറഞ്ഞ കാര്യങ്ങളായിരുന്നു, ദാവീദും സേറയും. അവൻ ആലോചിച്ചു. ആരോൺ, നമുക്ക് കഴിവതും ഇന്ന് തന്നെ എല്ലാം തീർത്ത് വേഗം തിരിച്ചു പോകാം. അതെന്താ? സേറ ഒറ്റയ്ക്കല്ലേ അവിടെ? ജോനഥാൻ ചോദിച്ചു. ജോ, ദാവി അവിടെ ഉണ്ട്. പിന്നെന്താ? ഇന്നത്തോടെ ഇതൊന്നും തീരില്ല. നാളെ കൂടി ടൈം വേണം. നിനക്കറിയുന്നതല്ലേ പ്രൊജക്ടിന്റെ കാര്യം. ഞാൻ പറഞ്ഞു തരണോ? ജോനഥാൻ ഒന്നും മിണ്ടിയില്ല. ജോനഥാൻ ബ്രോ, ഡോണ്ട് വറി. സേറ ഈ ലോകത്ത് ഏറ്റവും സേഫായ ഇടത്ത് തന്നെയാ, ആരോൺ പറഞ്ഞു. ദാവി, ഇന്ന് കുക്കിംഗ് ഞാനാണ്, മിറിയം അവന്റെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു. എന്നെ കൊല്ലുവോ? ദാവി ചോദിച്ചു. അങ്ങനെ പറയല്ലേ ദാവി. ചുമ്മാ പറഞ്ഞ എന്റെ പഗ്. നിന്റെ കുക്കിംഗ് അല്ലേ, ഞാനും വരാം. അവൻ എഴുന്നേറ്റ് മിറിയത്തിന്റെ ഒപ്പം അടുക്കളയിലേക്ക് പോയി. വേണ്ട ദാവി, ഞാൻ ചെയ്തോളാം, മിറിയം പറഞ്ഞു. പഗ്, കുറച്ചിടെ കിട്ടുന്ന ഓഫറാണ്. പഠനം കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ ഞാൻ ആരാ? ദാവീദ്, അവൾ പറഞ്ഞു. അത് നിനക്ക് മാത്രം ഞാൻ ഈ ദാവീദ് തന്നെയായിരിക്കും. മറ്റുള്ളവർക്ക് ഞാൻ അങ്ങനെയല്ല. അതുകൊണ്ട് മിണ്ടാതൊരിടത്തിരിക്കെ. ഇന്നെന്റെ പകിന് ഞാൻ ഫുഡ് ഉണ്ടാക്കിത്തരാം, അവൻ പച്ചക്കറി അരിഞ്ഞുകൊണ്ട് പറഞ്ഞു. മിറിയം ദാവീദിനെ നോക്കി നിന്നു. ദാവി, കുറച്ചുപ്പ് മതി, കൂടിയാൽ കളയേണ്ടി വരും കേട്ടോ. നോക്ക്, അവൻ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കൊള്ളാം കേട്ടോ, എന്റെ കെയ്റ്റ് രാജകുമാരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ. മമ്മ അടിപൊളി കുക്കല്ലേ. ദാവി, നഥാൻ അങ്കിൾ എന്താ ഇവിടെ നിൽക്കാത്തെ? അവൾ ചോദിച്ചു. അബ്ബയ്ക്കിഷ്ടം ഏതൻ ഗാർഡനാണ്. പക്ഷേ അബ്ബ പറയുന്നത് ഞാൻ സെറ്റിലായാൽ ഏതൻ ഗാർഡനിൽ നിന്ന് പോകുമെന്നാ. എങ്ങോട്ട്? അബ്ബ ആദ്യം താമസിച്ച വീട് വാങ്ങി അങ്ങോട്ട്. മമ്മയും പോകണമെന്നാ പറയുന്നത്. അവർ സ്നേഹിച്ചു തുടങ്ങിയത് അവിടെ നിന്നല്ലേ.
അവരിപ്പോഴും ഒടുക്കത്തെ പ്രേമമാ. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല ദാവി. ആണോ? ദാവീദ് അവളുടെ അടുത്തേക്ക് ചെന്ന് മെറിയത്തിന്റെ ഇടുപ്പിൽ പിടിച്ച് അടുക്കളയിലെ തിണ്ണയിലേക്ക് കയറ്റിയിരുത്തി. മെറിയം കണ്ണുപൊത്തി. ദാവീദ് അവളുടെ 2 കൈയും പിടിച്ചു മാറ്റി. മെറിയം കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു. കണ്ണു തുറക്ക് പഗ്. നോ. ഇത്രയും നാണമോ? അവൻ ചോദിച്ചു. മാറിയില്ല ഇപ്പോഴും? ഇല്ല, അവൾ കണ്ണു തുറക്കാതെ പറഞ്ഞു. അപ്പൊ നാണം മാറ്റണം. ഇങ്ങനെ നാണിച്ചാൽ ശരിയാകില്ലല്ലോ. ദാവീദ് ഫുഡ് അടച്ചു വെച്ചു. മെറിയത്തെ 2 കൈകൊണ്ടെടുത്ത് റൂമിലേക്ക് നടന്നു. വേണ്ട ദാവി, എന്റെ നാണം മാറി, മെറിയം പറഞ്ഞു. വേണം ദാവി, പഗ്ഗിന്റെ നാണം മാറിയില്ല. വേണ്ട ദാവി. വേണേ. ദാവീദ് മെറിയത്തെ ബെഡിലേക്ക് കിടത്തി അടുത്ത് കിടന്നു. മെറിയത്തിന്റെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു. ഇങ്ങനെ നോക്കല്ലേ ദാവി. അതെന്താ എസ്തേർ, നിന്റെ കണ്ണുകളെപ്പോലെ നക്ഷത്ര കണ്ണുകളല്ലല്ലോ എന്റേത്. പക്ഷെ ഇമ്മാനുവൽ താങ്കളുടെ കണ്ണുകളിൽ കാന്തം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്നെ മാത്രം വലിച്ചടിപ്പിക്കുന്ന കാന്തം. താങ്കളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ അലിഞ്ഞു പോകുന്നു. മെറിയം കണ്ണുകൾ അടച്ചു. നീ എന്നെ വിട്ട് എവിടെയും പോകാതിരിക്കാനാണ് എസ്തേർ എന്റെ കണ്ണുകളിൽ ഞാൻ കാന്തം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ദാവീദ് മെറിയത്തിന്റെ മുഖത്തേക്ക് മുഖമടിപ്പിച്ച് അവളുടെ കവിളുകളിൽ ചുംബിച്ചു. മെല്ലെ അവൻ മെറിയത്തിന്റെ തലമുടിയിൽ വിരലോടിച്ചു. മെറിയത്തിന്റെ അധരങ്ങളെ സ്വന്തമാക്കി. മെറിയം പതിയെ കണ്ണുകൾ അടച്ചു. എന്താ പഗ് കിടക്കുന്നത്? ദാവീദ് ബെഡിൽ കിടക്കുന്ന മെറിയത്തിന്റെ അടുത്ത് വന്നിരുന്നു. തലവേദന ദാവി, നല്ലോണം തലവേദനിക്കുന്നുണ്ട് എനിക്ക്. അത് നേരെ ഉറങ്ങുന്നില്ലല്ലോ, അതിൻ്റെയാ. അല്ല, നേരെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ, അതിൻ്റെയാ. അങ്ങനെയും പറയാം. ദാവീദ് ചിരിച്ചു. അങ്ങനെ പറയൂ. ദാവീദ് അവളുടെ അടുത്ത് കിടന്ന് മെറിയത്തിന്റെ നെറ്റിയിൽ കൈവച്ചു. ഹോസ്പിറ്റലിൽ പോണോ പഗ്? വേണ്ട ദാവി, നിന്റെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. ദൈവപുത്രനേക്കാൾ വലിയ ആശ്വാസമോ? അവൾ ചിരിച്ചു. ദാവീദ് അവളുടെ നെറ്റിയിൽ ചുംബിച്ച ശേഷം കൈകൊണ്ട് തലോടിക്കൊണ്ടിരുന്നു. ദാവി. എന്താ പഗ്, നമ്മളിനി പിരിയുമോ? അവൾ കണ്ണുകൾ തുറന്നവനെ നോക്കി. നമ്മൾ പിരിയുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും രണ്ടാകില്ല പഗ്. നമ്മൾ എന്നും ഒരുമിച്ച് തന്നെ ഉണ്ടാകും. മെറിയവും ദാവീദും എന്നും ഒന്നാണ്. അത് കേട്ടപ്പോൾ മെറിയം ദാവീദിനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ദാവീദ് അപ്പോഴും റിബേക്കയുടെ വരവിന്റെ ചിന്തയിലായിരുന്നു. ദാവി എന്തോ ആലോചിക്കുന്നു. നിന്റെ ഹൃദയമിടിപ്പ് കൂടുന്നു ദാവി. പഗ്, നാളെയോ മറ്റന്നാളോ ആയി ഇവ വരും. അത് കേട്ടപ്പോൾ മെറിയം കണ്ണുകൾ തുറന്നവനെ നോക്കി. വരട്ടെ ദാവി, എന്തിനാ ഭയം? ഭയമൊന്നുമില്ല, അവൾ വരണം. മിറയുടെ കൂടെ മണ്ണാണിത്. ഇവിടെ വെച്ച് തന്നെ എല്ലാം തീരണം. അവളെ എന്താ ചെയ്യുന്നത് നീ? പഗ്, മിറയെ കൊല്ലാൻ ഇമ്മാനുവലിനാകില്ല. ഇവായെ കൊല്ലാൻ ദാവീദിനും. പക്ഷെ എസ്തേറിൽ നിന്ന് ഇമ്മാനുവലിനെ അകറ്റാൻ ശ്രമിച്ചാൽ അവളെ കൊല്ലാൻ എസ്തേറിന് കഴിയും. മെറിയത്തിന്റെ മുഖം മാറിയത് അവൻ ശ്രദ്ധിച്ചു. പഗ്, ഇല്ല ദാവി, ഇനി മറ്റൊരു ജന്മം എന്ന് കരുതി എനിക്ക് ജീവിക്കാനാകില്ല. അല്ലെങ്കിൽ നീ തന്നെ ഇനിയും എന്നെ കൊല്ലണം. മെറിയം, മതി, അവൾ വരട്ടെ, എന്നിട്ടല്ലേ? ദാവീദ് മെറിയത്തെ ആശ്വസിപ്പിച്ചു. എനിക്കറിയാം ദാവി, നീ എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നിന്നിലെ ഏതൻ റിബേക്കയെ കൊല്ലില്ല എന്ന്. അവൾ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കിടന്നു. മെറിയം ഉറങ്ങിയപ്പോൾ ദാവീദ് അവൾക്ക് പുതച്ചു കൊടുത്ത് റൂമിന് പുറത്തേക്ക് ചെന്നു. ദാവീദ് സിനഗോഗിലേക്ക് ചെന്നു. വരൂ മേലേക്ക്. ആരോഹാൻ എഴുന്നേറ്റ് നിന്നു. ആരോഹാൻ, എനിക്ക് താങ്കളോട് സംസാരിക്കാനുണ്ട്. പുറത്തേക്ക് വരൂ. ശരി മേലേക്ക്. ആരോഹാൻ ദാവീദിനൊപ്പം പുറത്തേക്ക് നടന്നു. മെറിയം കണ്ണു തുറന്ന് ചുറ്റും നോക്കി. പതിയെ എഴുന്നേറ്റ് അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ സിനഗോഗിന് മുന്നിൽ ആരോഹാനുമായി സംസാരിച്ച് നിൽക്കുന്ന ദാവീദിനെ കണ്ടു. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേട്ടില്ലെങ്കിലും അതെന്തായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചെന്ന് ബെഡിലിരുന്നു. വീണ്ടും അതേ അവസ്ഥയിലേക്ക് താൻ എത്തപ്പെട്ടിരിക്കുന്നുവെന്ന് മെറിയത്തിന് തോന്നി. മുൻപ് തന്റെ മരണശേഷമെങ്കിൽ ഇത്തവണ എന്റെ മരണത്തിന് മുൻപേ അവൾ വരുന്നു. മിറ എന്നിൽ നിന്ന് എന്റെ ഇമ്മാനുവലിനെ അകറ്റാനായി. അവസാനം കഴിഞ്ഞു, കോപ്പ്. ആരോൺ ഫയൽ അടച്ചു വെച്ച് പറഞ്ഞു. നമുക്കെന്നാ തിരിച്ചാലോ? ജോനത്താൻ പറഞ്ഞു. അതേടാ, സേറാപ്പിയും ദാവിയൊക്കെ കാണാൻ തോന്നുന്നു. ആര്യൻ ആരോണിനെ നോക്കി പറഞ്ഞു. ആഹാ, എങ്കിൽ പോയേക്കാം. പിന്നെ നാളത്തോടെ ദാവിയുടെ പഠനം കഴിയും. പിന്നെ ഏതനിലേക്ക് പോകാം നമുക്ക്.
ഞാനില്ല, ജോനഥാൻ പറഞ്ഞു. എനിക്കൊന്ന് സ്കോട്ട്ലാൻഡ് വരെ പോകണം. ആണോ? നീ പോകുമ്പോൾ പറയേ, ഞാനുമുണ്ട്. ഈ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്തായാലും, ആരോൺ പറഞ്ഞു. എങ്കിലൊപ്പം പോകാം. നീയുണ്ടോ ആര്യൻ? ജോനഥാൻ ചോദിച്ചു. നോ മാൻ, ഞാൻ ഏത്തനിൽ നിൽക്കുക. എൻ്റെ പിതാശ്രീയുടെ ഓർഡർ വന്നിട്ടുണ്ട്, ദാവിയുടെ കൂടെ വേണമെന്ന്. ഓ, പിതാശ്രീയുടെ വാക്കുകൾ അതുപോലെ കേൾക്കുന്ന ഒരു സൽപുത്രൻ, ആരോൺ കളിയാക്കി. ഇല്ലടാ, അച്ഛൻ പറഞ്ഞാൽ അത് ചെയ്യണം. സീരിയസ് ആയിരുന്നു അച്ഛൻ. നിന്റെ ഇഷ്ടം, ആരോൺ പറഞ്ഞു. എങ്കിൽ ബാഗൊക്കെ സെറ്റാക്കിക്കോ, നമുക്കിപ്പോൾ തന്നെ പോകാം. ഞാൻ ദാവിയെ വിളിച്ച് പറയട്ടെ. ആരോഹാനുമായി സംസാരിച്ച ശേഷം പുറത്തിരിക്കുകയായിരുന്നു ദാവീദ്. ഫോൺ റിങ് ചെയ്തത് കേട്ട് അവൻ ഫോൺ എടുത്തു നോക്കി. പറയുക ദാവി, നാളെ പുലർച്ചെയാണ് ഫ്ലൈറ്റ്. ബാംഗ്ലൂരിൽ നിന്നാണ്. എന്നെ കൊണ്ടുപോകാൻ വരണം. പ്രൈവറ്റ് റോഡിൽ ചെക്കിംഗ് ഉണ്ടാകുമല്ലോ, അവൾ പറഞ്ഞു. അതെങ്ങനെ നിനക്കറിയാം? അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളിൽ. ഇവ ഗൂഗിൾ പറഞ്ഞു അല്ലേ? ഓക്കെ, നാളെ ഞാൻ വരാം എയർപോർട്ടിലേക്ക്. വരണം. അവിടെ നിന്നെ അല്ലാതെ മറ്റാരെയും ഭാഷ പോലും എനിക്കറിയില്ല. ഞാൻ വരാം ഇവ. എയർപോർട്ട് ഏതെന്നറിയണ്ടേ? അവൾ ചോദിച്ചു. വേണ്ട, നീ ഏത് എയർപോർട്ടിൽ വരുന്നു, ആരാണ് നിനക്ക് വിസയുടെ കാര്യമെല്ലാം ശരിയാക്കി തന്നത് എന്നെല്ലാം എനിക്കറിയാം. ഞാനും നിന്നെ കാത്തിരിക്കുകയാണ്. മറുപടി പറയാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. റിബേക്ക അപ്പോൾ തന്നെ ജോനഥാന്റെ ഫോണിലേക്ക് വിളിച്ചു. യെസ്, പറയൂ, ജോനഥാൻ പറഞ്ഞു. ജോനഥാൻ, ദാവീദിനെല്ലാം അറിയാം. നീയാണ് എന്നെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെ. അപ്പോൾ പിന്നെ എങ്ങനെ? പേടിക്കണ്ട, അവനെയും അവളെയും തളയ്ക്കാൻ മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ബാഗ് കാറിലേക്ക് വയ്ക്കുന്ന ആരോണിനെ നോക്കി ജോനഥാൻ പറഞ്ഞു. നീ ചെയ്യേണ്ടത് കഴിവതും സേറയോട് ദേഷ്യം കാണിക്കാതിരിക്കുക എന്നതാണ്. അവിടെ നീ ജയിക്കണം. അവളിലെ എസ്തേറിന്റെ ശത്രുവാണ് മിറ. സേറ അടങ്ങിയിരുന്നാലും എസ്തേർ അങ്ങനെയല്ല. ഇമ്മാനുവൽ നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ അവൾ എന്തും ചെയ്യും. അതുകൊണ്ട് നീ കഴിവതും ഒതുങ്ങിക്കൂടുക. ശരി ജോനഥാൻ, നീ പറയുന്നത് പോലെ. എങ്കിൽ ശരി, ഞാൻ ബാഗെല്ലാം റെഡിയാക്കട്ടെ. റിബേക്ക കോൾ കട്ട് ചെയ്തു. അവരെത്താറായില്ലേ ദാവി? മറിയം പുറത്തേക്ക് നോക്കി ചോദിച്ചു. ചെക്കിങ് കഴിഞ്ഞെന്ന് ആര്യൻ മെസ്സേജ് അയച്ചിരുന്നു. ആ, അവൾ വഴിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. കൂടെ ജോ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു ദാവി. എൻ്റെ ആരോണിനെയും ആര്യനെയും അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. ഏയ്, അവൻ അങ്ങനെയൊന്നും അവരെ ഒന്നും ചെയ്യില്ല. അവൻ്റെ ഒപ്പമല്ലേ അവർ പോയത്. ആ പേടി അവനുണ്ടാകും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ഞാൻ രണ്ടായി വലിച്ചു കീറുമെന്ന് അവനറിയാം. അത് കേട്ടപ്പോൾ മറിയം ദാവീദിനെ നോക്കി ചിരിച്ചു. ദേ വരുന്നു. കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടപ്പോൾ മറിയം എഴുന്നേറ്റു. സെറ! ആര്യൻ കാറിൽ നിന്നിറങ്ങി ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ സെറാപ്പി, നിന്നോട് വഴക്കിടാതെ പറ്റണില്ല കേട്ടോ. അത് കേട്ടപ്പോൾ മറിയം ചിരിച്ചു. ഞാനും നിന്നെ മിസ് ചെയ്തു ആര്യ. ആരോണും ജോനഥാനും അവിടേക്ക് വന്നു. ജോനഥാൻ മറിയത്തെ നോക്കി ചിരിച്ചു. ദാവി, ഇവള് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ? ആരോൺ ചോദിച്ചു. നല്ല ചോദ്യം, ദാവീദ് പറഞ്ഞു. എന്തായി പ്രൊജക്റ്റ്? കഴിഞ്ഞു. ഇനി പോയി സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. വേഗം തന്നെ പോകണം. അത് കഴിഞ്ഞാൽ ഒന്നും എടുക്കില്ല ഞാൻ. കുറച്ചുനാൾ ഏത്തനിൽ നിങ്ങളുടെ ഒപ്പം. ആരോൺ ചിരിച്ചു. നാളെ നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്? ജോനഥാൻ ചോദിച്ചു. വൈകിട്ട് പോകും. ദാവീദ് അവനെ നോക്കി. എങ്കിൽ ആരോൺ, ഒരു ടാക്സി എനിക്ക് വിളിച്ചു തരണം പോകാൻ. അതിനെന്താ ജോനഥാൻ, ഞാൻ കൊണ്ടുചെന്ന് വിടാം ജോനഥാനെ, ദാവീദ് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ? ആരോൺ പറഞ്ഞു. ഒന്ന് ഫ്രഷ് ആകട്ടെ, വിശക്കുന്നു. അവൻ അകത്തേക്ക് പോയി. ദാവിയും ആര്യനും ഒഴികെ എല്ലാവരും പോയി. നീ പറഞ്ഞതുപോലെ ഒന്നും ഉണ്ടായില്ല ദാവി, ആര്യൻ പറഞ്ഞു. ദാവീദ് മൂളി. നാളെ നമുക്ക് പോകണം. ബാഗെല്ലാം റെഡിയാക്കാനുണ്ട്. ദാവി അകത്തേക്ക് പോയി. അവസാന ദിവസത്തെയും പഠനം കഴിഞ്ഞ് ദാവീദും മിറിയവും സിനഗോഗിന് പുറത്തേക്കിറങ്ങി. ദാവീദ് അവളെ നോക്കി, അവൾ ദാവീദിനെയും. ഞാൻ പോയി ഇവയെ കൊണ്ടുവരട്ടെ പഗ്. ദാവി, പറയും മിറിയം. ഒന്നുമില്ല, നീ പോയി അവളെ കൊണ്ടുവരൂ. ഞാൻ എപ്പോഴും നിനക്കൊപ്പം ഉണ്ട് ദാവി. ദാവീദ് അവിടെ നിന്ന് നടന്നു. മിറിയം അവൻ പോകുന്നത് നോക്കി നിന്നു. അങ്ങനെ മിറ വരുന്നു. എസ്തേറിനും ഇമ്മാനുവലിനും ഇടയിലേക്ക് ചതിയുടെ അരക്കില്ലം ചമയ്ക്കാൻ. അതിൽ ഈ എസ്തേറിനെ ഇല്ലാതെയാക്കി ഇമ്മാനുവലിനെ നേടാൻ ഇരുണ്ട ഭൂമിയുടെ രാജകുമാരി വരുന്നു. മറിയം തിരിച്ച് സിനഗോഗിന്റെ അകത്തേക്ക് നോക്കി.
യാഹേ, എൻ്റെ ദൈവമേ, ജീവിതത്തിൽ എന്നെപ്പോലെ ചതിക്കപ്പെട്ടവൾ വേറെ ഉണ്ടാകില്ല. നിന്റെ വംശത്തിൽ ജനിച്ച് നിന്റെ ശത്രുവിൻ്റെ വംശത്തിൽ വളരേണ്ടി വന്ന ശപിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് മുക്തി നേടി ഞാൻ വീണ്ടും ജനിച്ചത് എൻ്റെ ഇമ്മാനുവലിന് വേണ്ടി മാത്രമാണ്. എനിക്കൊന്നും വേണ്ട, അവനെ മാത്രം മതി. അവനോളം, അവൻ്റെ സ്നേഹത്തോളം പരിശുദ്ധമായതും വിലയുള്ളതുമായി എനിക്ക് മറ്റൊന്നുമില്ല ഈ ലോകത്തിൽ. എൻ്റെ സ്നേഹം അന്നും ഇന്നും സത്യമാണ്, പരിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആരെയും വേദനിപ്പിക്കാതെ എനിക്കവനെ തരിക. മിറയും ഒരു പരിധിവരെ വേദന അറിഞ്ഞവളാണ്, പക്ഷേ സ്വാർത്ഥതയാണെന്നറിയാം. എങ്കിലും എനിക്കെൻ്റെ ഇമ്മാനുവലിനെ വേണം. മിറിയം പ്രാർത്ഥിച്ചു. ദാവി എവിടെ പോയതാ? ആരോൺ ചോദിച്ചു. അവനൊരാളെ കൊണ്ടുവരാൻ പോയതാ. സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് മിറിയം പറഞ്ഞു. ആരെ? ആര്യൻ ചോദിച്ചു. വരുമ്പോൾ കാണാം ആരെയാണെന്ന്. ഇനി ആ റിബേക്ക എങ്ങാനും ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ടോ? ആര്യൻ അവളെ നോക്കി. ആര്യൻ അവളെ ഇഷ്ടമല്ലേ? ജോനഥാൻ ചോദിച്ചു. ഇഷ്ടമല്ല, ഇഷ്ടമായിരുന്നു. ഇവരെപ്പോലെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളല്ലേ അവളും, ഞങ്ങളിൽ ഒരാൾ. പക്ഷേ അവൾ എൻ്റെ സേറാപ്പിയെ കരയിപ്പിച്ചു. അത് മാത്രം ഞാൻ സഹിക്കില്ല. അങ്ങനെയെങ്കിൽ ദാവീദും കരയിപ്പിച്ചില്ല സാറയെ? ജോനഥാൻ ചോദിച്ചു. ദാവീദ് കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണീർ അവൻ തന്നെ തുടയ്ക്കും, ആരോൺ പറഞ്ഞു. സേറ ഇനി വാവിട്ട് കരയാൻ പോകുന്നതേ ഉള്ളൂ ആരോൺ, ജോനഥാൻ മനസ്സിൽ പറഞ്ഞു. അതിന് ദാവീദിന്റെ പ്രിയ കൂട്ടുകാരനായ സേറയുടെ സ്വന്തം ചേട്ടായിയെ തന്നെ ഞാൻ കരുവാക്കും. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും പുറത്തു നിന്ന് സംസാരിക്കുമ്പോൾ സിനഗോഗിന് മുന്നിൽ കാറ് വന്ന് നിന്നതിൽ നിന്ന് ദാവീദ് ഇറങ്ങി. എല്ലാവരും അവനെ നോക്കി. മറ്റൊരു ഡോർ തുറന്ന് റിബേക്ക ഇറങ്ങി. അവൾ എല്ലാവരെയും ഒരു വിജയിയുടെ ചിരിയോടെ നോക്കി. റിബേക്ക? ആര്യൻ സ്വയം പറഞ്ഞു. ജോനഥാൻ അവളെ നോക്കി ചിരിച്ചു. ഇതാണോ റിബേക്ക? ജോനഥാൻ മെല്ലെ ചോദിച്ചു. ആരോൺ മൂളി. റിബേക്ക ഡോർ അടച്ച് ദാവീദിന്റെ അടുത്ത് ചെന്നു. അവന്റെ കയ്യിൽ പിടിച്ച് മിറിയത്തെ നോക്കി ചിരിച്ചു. മിറിയത്തിന് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. ഹലോ ആരോൺ, റിബേക്ക ആരോണിനോട് പറഞ്ഞു. ഹലോ, ആരോൺ തിരിച്ചു പറഞ്ഞു. സുഖമല്ലേ ആര്യൻ? റിബേക്ക ചോദിച്ചു. വല്ലാതെ സുഖമായിരുന്നു, അവൻ മറുപടി പറഞ്ഞു. ഹായ് മിറിയം, എന്താ ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നത്? ആയു ഓക്കെ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു റിബേക്ക? മിറിയം ചോദിച്ചു. ദാവിയെ കാണാനല്ലേ, ഏത് യാത്രയും എനിക്ക് സന്തോഷമായി തരൂ. റിബേക്ക ഒന്നുകൂടി ദാവിയുടെ കൈ മുറുകെ പിടിച്ചു. മിറിയം റിബേക്കയുടെ കൈയിലേക്ക് നോക്കി, എന്നിട്ട് ദാവീദിനെയും. ഇതാരാ? റിബേക്ക ജോനഥാനെ നോക്കി ചോദിച്ചു. ഇത് ജോനഥാൻ, എൻ്റെ ഫ്രണ്ടാണ്, ആരോൺ പറഞ്ഞു. ഹലോ, അവൾ ജോനഥാനെ നോക്കി പറഞ്ഞു. ഹായ്, റിബേക്കയെക്കുറിച്ച് ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദാവീദിന്റെ ഫിയാൻസി അല്ലേ? യെസ്, അവൾ ചിരിച്ചു. വന്നതല്ലേ ഉള്ളൂ, നീ ചെന്ന് റെസ്റ്റ് എടുക്ക്, ദാവീദ് പറഞ്ഞു. ദാവിയും വാ, ഒരുപാട് സംസാരിക്കാനുണ്ട് എനിക്ക്. ദാവീദ് മൂളി. ദാവീദ് റിബേക്കയുടെ ഒപ്പം പോകുന്നത് മിറിയം നോക്കി നിന്നു. അവർക്ക് പിന്നാലെ അകത്തേക്ക് ആര്യനും ആരോണും പോയി. മുറ്റത്ത് ജോനഥാനും മിറിയവും മാത്രമായപ്പോൾ ജോനഥാൻ മിറിയത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവനുമുണ്ട്, അതല്ലേ അവൾ വന്നപ്പോൾ അവൻ ഇത്ര നാൾ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ദാവീദ് അവൾക്കൊപ്പം പോയത്. ദാവീദ് റിബേക്കയെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ റിബേക്ക ദാവീദിനെ സ്നേഹിക്കുന്നത് പോലെ എന്നെ എന്നാണ് സ്നേഹിക്കുക സെറ? അത് കേട്ടപ്പോൾ മിറിയം ജോനഥാനെ നോക്കി. സ്നേഹത്തിൽ സ്വാർത്ഥതയ്ക്ക്, ചതിക്ക് സ്ഥാനമില്ല ജോനഥാൻ. എൻ്റെ സ്നേഹം പരിശുദ്ധമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ ജോനഥാൻ ഇനിയും ഒരു ജന്മം കൂടി ജനിക്കണം. മിറിയം അവനെ നോക്കി അവിടെ ഒന്ന് നടന്നു. റൂമിലെത്തിയതും റിബേക്ക ദാവീദിനെ കെട്ടിപ്പിടിച്ചു. എത്ര ദിവസമായി ദാവീദ് നിന്നെ കണ്ടിട്ട്? എത്രത്തോളം നിന്നെ ഞാൻ മിസ് ചെയ്തെന്നറിയാമോ നിനക്ക്? ഇനി ഈ ഇസ്രായേലിൻ്റെ ഓരോ അറ്റത്തും എനിക്ക് നിന്റെ ഒപ്പം പോകണം. കൊണ്ടുപോകുമോ എന്നെ? ദാവീദ് മൂളി. താങ്ക്സ്. അവൾ ഒന്നുകൂടെ മുറുക്കെ അവനെ കെട്ടിപ്പിടിച്ചു നിന്നു. ദാവി? പെട്ടെന്ന് മിറിയം ഡോർ തുറന്നു വന്നപ്പോൾ കണ്ടത് ആ കാഴ്ചയായിരുന്നു. പെട്ടെന്ന് റിബേക്ക ദാവീദിനെ വിട്ടുമാറി. എന്താ സേറ, ഒരു റൂമിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ? മാനേഴ്സ് എന്തെന്ന് നീ പഠിച്ചിട്ടില്ലേ? റിബേക്ക ചോദിച്ചു. സോറി, ദാവി നിന്നോട് ആരോഹാൻ സിനഗോഗിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നീ റെസ്റ്റ് എടുക്കുക, ഞാൻ സിനഗോഗിൽ പോവുക. എന്താ ദാവി, ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ, പിന്നെ പോകാൻ സിനഗോഗിലേക്ക്? അത് പറ്റില്ല,
ഇപ്പോൾ തന്നെ പോകണം. നീ റെസ്റ്റ് എടുക്ക്. ദാവീദ് മിറിയത്തിന്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. റിബേക്ക ജനലിലൂടെ നോക്കുമ്പോൾ മിറിയവും ദാവീദും പോകുന്നത് കണ്ടു. ദാവീദ് മിറിയത്തിന്റെ കൈ പിടിച്ചിരിക്കുന്നത് കണ്ട് അവൾ ദേഷ്യത്തോടെ ബെഡിൽ വന്നിരുന്നു. ജോനഥാൻ റിബേക്കയുടെ മുറിയിലേക്ക് വന്നു. എന്താ റിബേക്ക, ആകെ ഒരു ദേഷ്യം? സേറ വന്ന് ദാവീദിനെ വിളിച്ചുകൊണ്ടുപോയി. എന്താ നിന്റെ പ്ലാൻ? എങ്ങനെയെങ്കിലും നീ അവളെ നിന്റേതാക്കാൻ നോക്ക്. എന്റെ വഴിയിൽ നിന്ന് അവളെ ഒന്ന് മാറ്റിത്താ. ഒരിക്കൽ എനിക്ക് വേണ്ടി അവളെ എന്റെ വഴിയിൽ നിന്ന് നമ്മുടെ ദൈവം മാറ്റി തന്നതാണ്. പക്ഷേ ഒന്നും വിജയിച്ചില്ല. ഈതൻ കുടുംബത്തിൽ സാത്താന്റെ രക്തം കലർന്നെന്നല്ലാതെ. പക്ഷെ അവരൊന്നിച്ചാൽ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അവരെ നമുക്ക് പിരിക്കാം. നീ വന്നതല്ലേ ഉള്ളൂ. സമയം ഇനിയുണ്ട്. ഇന്നിവിടുന്ന് നമ്മൾ 2 വഴിക്ക് തിരിയും. പക്ഷേ വേഗം തന്നെ ഞാൻ ഏതനിലേക്ക് വരും. ശരി, നീ റെസ്റ്റ് എടുക്ക്. അധികം എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ? റിബേക്ക മൂളി. വരൂ മേലേക്ക്, ആരോഹാൻ പറഞ്ഞു. മിറിയവും ദാവീദും അവന്റെ അടുത്തേക്ക് ചെന്നു. താങ്കളുടെ ഈമ പറഞ്ഞതനുസരിച്ച് എന്നെ ഏൽപ്പിച്ച മോതിരം പ്രാർത്ഥനയ്ക്ക് ശേഷം തിരികെ തരാനാണ് ഞാൻ വിളിപ്പിച്ചത്. ആരോഹാൻ മോതിരം മിറിയത്തിന്റെ കയ്യിൽ കൊടുത്തു. സേറ, ഇത് ദാവീദിനെ ഏൽപ്പിക്കൂ. മിറിയം അത് ദാവീദിന്റെ കയ്യിൽ കൊടുത്ത് അവനെ നോക്കി. ഇന്ന് താങ്കളുടെ പഠനം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കണ്ടുമുട്ടുക സാധാരണ പ്രാർത്ഥനകൾക്കും വിശേഷ ദിവസങ്ങളിലുമായിരിക്കും. താങ്കളുടെ പഠനത്തിൽ ഞാൻ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കും താങ്കൾക്കും അറിയാം. പഠിച്ചതൊന്നും വെറുതെ ആകരുത് മേലേക്ക്. താങ്കൾ നീതിമാനായ ദൈവപുത്രനായിരിക്കുക. താങ്കളുടെ അബ്ബയെപ്പോലെ ആയിരിക്കുക. യഹൂദ വംശത്തിൽ ഇനിയും ഒരാൾ പോലും തെറ്റിന്റെ വഴിയിൽ സഞ്ചരിക്കാതെ കാക്കാൻ താങ്കൾക്ക് കഴിയണം. എന്റെ പ്രാർത്ഥന എപ്പോഴും താങ്കൾക്ക് വേണ്ടിയായിരിക്കും. സേറ, ആരോഹാൻ മിറിയത്തെ നോക്കി. സേറ, താങ്കൾക്ക് എപ്പോഴും പുണ്യവതിയായിരിക്കും. നിന്റെ ദൈവം സദാസമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. മിറിയം ദാവീദിന്റെ കൈപിടിച്ച് ആരോഹാനെ നോക്കി. എന്റെ ദൈവം എനിക്കൊപ്പം തന്നെയുണ്ട് ആരോഹാൻ. മരണം വരെ നിന്റെ ദൈവം നിനക്കൊപ്പം തന്നെ ഉണ്ടാകട്ടെ. ആരോഹാൻ അവളെ അനുഗ്രഹിച്ചു. പോയിക്കൊള്ളൂ മേലേക്ക്, സമയം വൈകണ്ട. ശരി ആരോഹാൻ. അവർ ഒരുമിച്ച് പുറത്തേക്ക് നടന്നു. ദാവീദ് മോതിരം വിരലിലിട്ടുകൊണ്ട് റിബേക്കയുടെ അടുത്തേക്ക് ചെന്നതും മോതിരം ചൂട് പിടിച്ചു തുടങ്ങി. ദാവീദ് മോതിരത്തിൽ അമർത്തിപ്പിടിച്ച് അവളെ നോക്കി. എന്താ ദാവി ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണുന്നത് പോലെ റിബേക്ക ചോദിച്ചു. ഈ ഇവയെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ദാവീദിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും റിബേക്ക അവനെ നോക്കി ചിരിച്ചു. നമ്മൾ ഇന്ന് പോകും ഏതൻ ഹൗസിലേക്ക്. 2 ദിവസം കഴിഞ്ഞു പോകാൻ ദാവി. അവിടെ ഇത്രയും പ്രൈവസി കിട്ടില്ല. നിന്റെ കസിൻസ് എല്ലാം ഉണ്ടാകില്ലേ? റിബേക്ക ചോദിച്ചു. ഇന്ന് പോകും നമ്മൾ. ദാവീദ് തന്റെ റൂമിലേക്ക് പോയി. ദാവീദ് തന്റെ വഴിക്ക് വരാത്തതിൽ റിബേക്കയ്ക്ക് ദേഷ്യം വന്നു. ദാവീദ് റൂമിലെത്തി ബാഗെല്ലാം എടുത്ത് ബെഡിൽ വെച്ച് അലമാര തുറന്നപ്പോഴാണ് മിറിയത്തിന്റെ ഡ്രസ്സ് ഇരിക്കുന്നത് കണ്ടത്. അവൻ അതിനകത്ത് നോക്കി. പതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്നു. ആ ഡ്രസ്സിന് മിറിയത്തിന്റെ മണമായിരുന്നു. പെട്ടെന്നാണ് ദാവീദിന്റെ വയറിനെ 2 കൈകൾ ചുറ്റിവരിഞ്ഞത്. പഗ്, അവൻ വിളിച്ചു. അവൾ മൂളി. ദേഷ്യമുണ്ടോ എന്നോട്? ഇല്ല ദാവി, അവൾ അവന്റെ പുറത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. പോകണ്ടേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്? പോകണം. മിറിയം അവനെ വിട്ട് ജനലിന്റെ അടുത്ത് പോയി നിന്നു. പഗ്, എന്തു പറ്റി നിനക്ക്? ദാവീദ് അവളുടെ അടുത്തേക്ക് ചെന്നു. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല ദാവി. നമുക്കിടയിൽ ഇനിയാണ് നിയന്ത്രണങ്ങൾ വരുന്നത്. നാളെ മുതൽ ഈ യഹൂദ വംശത്തിന്റെ രാജാവാണ്. അതിൻ്റെതായ തിരക്കുകൾ, യാത്രകൾ. റിബേക്ക, നമുക്കിടയിൽ അകലങ്ങൾ വരുന്നു. നമ്മുടെ ശരീരങ്ങളല്ലേ അകലുന്നത് പഗ്. നമ്മുടെ മനസ്സുകൾ ഒരുമിച്ചല്ലേ എപ്പോഴും. നീ എനിക്ക് വേണ്ടിയും ഞാൻ നിനക്ക് വേണ്ടിയും കാത്തിരിക്കുമല്ലോ എത്ര വേണമെങ്കിലും. കഴിഞ്ഞ 2 ദിവസങ്ങൾ ഇനിയും ആവർത്തിക്കും. അന്ന് എൻ്റെ പഗ്ഗിന് എൻ്റെ മേലെ സർവ്വ അധികാരങ്ങളും ഉണ്ടായിരിക്കും. ആരോഹാൻ പറഞ്ഞ പോലെ നീ എൻ്റെ വലം കൈയായിരിക്കും. ഇപ്പോൾ നമുക്ക് വേണ്ടി നീ ഒന്ന് ക്ഷമിക്ക്. ദാവി പറയുന്ന പോലെ നിന്റെ മനസ്സ് എന്നിൽ നിന്ന് പറിച്ചുകൊണ്ടു പോകാൻ റിബേക്കയ്ക്ക് ആകില്ലല്ലോ. മിറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. സെർവൻസ് ബാഗുകൾ എടുത്ത് കാറിൽ വെച്ചു. അപ്പോൾ ഓക്കെ ജോനത്താൻ, നമ്മൾ ഇനിയും കാണുമല്ലോ? ദാവീദ് അവന് കൈ കൊടുത്ത് ചോദിച്ചു. കാണണോ ദാവീദ്? തീർച്ചയായും, ദാവീദ് പറഞ്ഞു. ഓക്കെ ബ്രോ, കാണാം, ആര്യൻ പറഞ്ഞു. ജോ പോകുന്നത് എന്നാണെന്ന് പറയണേ, ആരോൺ പറഞ്ഞു. ഓക്കെ ആരോൺ. ജോനത്താൻ ആരോണിനെ കെട്ടിപ്പിടിച്ചു.
നമുക്കിനി കോളേജിൽ വെച്ച് കാണാം, അല്ലേ സേറ? ജോനഥാൻ മെറിയത്തെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ദാവീദിന്റെ മുഖം മാറിയത് റിബേക്ക ശ്രദ്ധിച്ചു. ഓക്കെ ജോനഥാൻ, വൈകണ്ട, ദാവീദ് പറഞ്ഞു. സേറ, നീ ദാവീദിന്റെ കാറിൽ കയറിക്കോ, ആര്യൻ പറഞ്ഞു. നോ ആര്യൻ, പ്ലീസ്, എനിക്കും ദാവിക്കും കുറച്ച് പ്രൈവസി തരൂ. 4 പേർക്ക് പോകാമല്ലോ ആ കാറിൽ. സേറ അതിൽ വന്നോട്ടെ, ഇതിൽ ഞാനും ദാവിയും മതി. ഞാൻ നിങ്ങളുടെ ഒപ്പം വന്നോളാം ആര്യൻ. സേറ കാറിൽ കയറാൻ പോയപ്പോൾ ആര്യൻ അവളുടെ കൈ പിടിച്ചു. ഫ്രണ്ടിൽ കയറിക്കോ. മെറിയം ആരോണിനൊപ്പം ഫ്രണ്ടിൽ കയറി. പിന്നിൽ ആര്യനും ജോനഥാനും. പോകാൻ ദാവി? റിബേക്ക ചോദിച്ചു. ദാവീദ് കാറിൽ കയറി, റിബേക്കയും. ദാവീദ് വിൻഡോയിലൂടെ മെറിയത്തെ നോക്കി. അവളും. ദാവീദ് അവളെ നോക്കി കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. വഴിയിൽ റിബേക്ക പറയുന്ന കാര്യങ്ങളൊന്നും ദാവീദ് ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്നാണ് അവൾ ദാവീദിന്റെ വിരലിലെ മോതിരം കണ്ടത്. വാവ്, നല്ല റിങ്. ദാവി, ഇതെനിക്കിതാ. അവൾ അതിൽ തൊട്ടതും കൈവലിച്ചു. ഇതെന്താ ഇങ്ങനെ ചൂട്? നിനക്കെടുക്കുന്നില്ലേ? ഇല്ലല്ലോ. സാധാരണ ഈ റിങ്ങിൽ ചൂടെടുക്കുക സാത്താനെ ആരാധിക്കുന്നവർക്കാണ്. എന്റെ മമ്മ നിന്റെ പപ്പയെ കൊന്നത് ഈ മോതിരം കൊണ്ടാണ്. നിനക്കിത് വേണോ? വേണ്ട, റിബേക്ക ദേഷ്യത്തോടെ പറഞ്ഞു. എന്ത് നിർവികാരതയോടെയാണ് ദാവി നീ എന്റെ പപ്പയുടെ മരണത്തെക്കുറിച്ച് പറയുന്നത്? വികാരം കൊള്ളാൻ നിന്റെ പപ്പ ഒരു പട്ടാളക്കാരനൊന്നും ആയിരുന്നില്ല. പഴയ ദാവി ഒരുപക്ഷെ വിഷമിക്കും, പക്ഷേ ഈ ദാവി വിഷമിക്കില്ല. കാരണം ശരി എന്റെ മമ്മയുടെ ഭാഗത്താണ്. എന്റെ മമ്മയുടെ കടമ ചെയ്തു. അപ്പൊ നീ നിന്റെ മമ്മയെ ന്യായീകരിക്കുകയാണോ ദാവി? ന്യായീകരണമല്ല, സത്യമാണത്. എന്നെ സംബന്ധിച്ച് സാത്താനെ ആരാധിക്കുന്നവർ ഞങ്ങളുടെ, പ്രത്യേകിച്ച് എന്റെ ശത്രുവാണ്. അവരെ കൊല്ലുക എന്നത് എന്റെ കാവൽക്കാരുടെ കടമയുമാണ്. പക്ഷേ ഇവിടെ എന്റെ ദൈവവും കാവൽക്കാരും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അത്തരക്കാരെ ഞാൻ വെറുതെ വിടുകയുമില്ല. നിന്റെ അബ്ബയ്ക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നെ നീ, റിബേക്ക മനസ്സിൽ പറഞ്ഞു. ദാവീദ് അവളെ ഒന്ന് നോക്കി. 1-2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഏത്തൻ ഹൗസിന്റെ വലിയ ഗേറ്റ് ദാവീദിന്റെ കാറിന് മുന്നിൽ തുറക്കപ്പെട്ടു. ദാവീദിന്റെ കാറിന് പിന്നാലെ ആരോണിന്റെ കാറും ഗേറ്റ് കടന്നു വന്നു. ഗേറ്റ് മുതൽ വീട് വരെയുള്ള വഴിയുടെ 2 ഭാഗവും വെള്ളപ്പൂക്കളാൽ അലങ്കരിച്ചിരുന്നു. കാറ് നിർത്തി ദാവീദ് ഇറങ്ങിയപ്പോഴാണ് ഏത്തൻ കുടുംബത്തിലെ അംഗങ്ങൾക്കൊപ്പം തന്നെ കാത്തു നിൽക്കുന്ന തന്റെ അബ്ബയും മമ്മയും കണ്ടത്. റിബേക്ക ഡോർ തുറന്നിറങ്ങി. നഥാനെയും കാതറിനെയും കണ്ടപ്പോൾ അവളുടെ മുഖം മാറി. പിന്നിലെ കാറിൽ നിന്നിറങ്ങി മെറിയം ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദും മെറിയവും നിന്നിടത്തേക്ക് ബാൽക്കണിയിൽ നിന്ന് ഏത്തൻ കുടുംബത്തിലെ കുട്ടികൾ താഴേക്ക് പൂക്കൾ എറിഞ്ഞുകൊണ്ടിരുന്നു. ദാവീദും മെറിയവും ഒരുമിച്ച് മുകളിലേക്ക് നോക്കി ചിരിച്ചു. അത് കണ്ടപ്പോൾ റിബേക്കയ്ക്ക് ദേഷ്യം കൂടി. താൻ നിൽക്കേണ്ടയിടത്ത് സേറ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല. നഥാൻ ചെന്ന് ദാവീദിന്റെയും മെറിയത്തിന്റെയും കൈകൾ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഒരു ചടങ്ങിന് നിന്റെ അബ്ബ നിന്ന് തന്നിട്ടില്ല, കേറ പറഞ്ഞു. എനിക്ക് അധികാരം വെച്ച് നീട്ടാൻ മറ്റൊരാളില്ലായിരുന്നല്ലോ കേറ. നഥാൻ ചിരിച്ചു. പ്രാർത്ഥന മുറിയിലേക്ക് വരൂ, കേറയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ നഥാൻ ദാവീദിന്റെ കൈപിടിച്ച് നടന്നു. കേറ മെറിയത്തിന്റെയും. വിശുദ്ധ തനക്കിന്റെ മുന്നിൽ അവർ ചെന്ന് നിന്നു. ദാവീദ്, ഇത്ര കാലം ഈ വംശം ഭരിച്ചിരുന്നത് ഞാനായിരുന്നു. എല്ലാ അധികാരങ്ങളും ഇവിടെ ഞാൻ വെച്ചൊഴിയുകയാണ്. എന്നേക്കാൾ പ്രാപ്തനായ എന്റെ മകന് ഞാൻ സർവ്വ അധികാരങ്ങളും കൈമാറുന്നു. ഇനി നീയാണ് രാജാവ്, നീയാണ് ഭരിക്കേണ്ടത്. സേറ, കേറ മകളെ നോക്കി. ഈ വംശത്തിൽ മേലേക്കും അദ്ദേഹത്തിന്റെ പാതിയും കഴിഞ്ഞാൽ അധികാരം മേലേക്കിന് നിയമം പറഞ്ഞു കൊടുത്ത നിനക്കാണ്. ഇത്രയും കാലം ഞാൻ വഹിച്ചിരുന്ന ആ സ്ഥാനം നിനക്ക് ഞാൻ കൈമാറുന്നു. ഇനി നീയാണ് മേലേക്കിന്റെ അസാന്നിധ്യത്തിൽ ഈ വംശം ഭരിക്കേണ്ടത്. അത് കേട്ടപ്പോൾ മെറിയം ദാവീദിനെ നോക്കി. അവർ മുറിക്ക് പുറത്തിറങ്ങി. ദാവീദ് ചെന്ന് കാതറിനെ കെട്ടിപ്പിടിച്ചു. മമ്മ. ദാവി, അബ്ബ പറയുന്നത് പോലെ ഏത്തനായിരിക്കുക എപ്പോഴും. മമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിനക്കൊപ്പമുണ്ട്. അവൾ ദാവീദിനെ വിട്ട് മെറിയത്തിന്റെ അടുത്തേക്ക് പോയി. എന്റെ മകന്റെ നിഴലായി എപ്പോഴും നീ വേണം സേറ. അത് നിന്നോട് പ്രത്യേകിച്ച് പറയണമെന്നില്ല എന്നെനിക്കറിയാം. അക്കു വന്ന് നഥാനോട് എന്തോ പറഞ്ഞു. ദാവീദ്, ഗവൺമെന്റ് പ്രതിനിധികൾ വന്നിട്ടുണ്ട്. അവർ ഗസ്റ്റ് റൂമിലാണ്. വരൂ, അവരെ കാണണം. സേറ, മോളെ വരൂ. മെറിയവും ദാവീദും നഥാനൊപ്പം ചെന്നു. റിബേക്ക എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അധികാരം അപ്പോൾ ഇവൾക്കുമുണ്ട്. പക്ഷെ സേറ, നിന്റെ അമ്മ പറഞ്ഞില്ലേ, മേലേക്കിന്റെ പാതി അത് ഈ ഞാൻ തന്നെയാണ്.
എനിക്ക് കീഴിൽ നീ വരും. റിബേക്ക ചിരിച്ചു. അപ്പോഴാണ് കാതറിൻ തന്നെ നോക്കുന്നത് റിബേക്ക കണ്ടത്. വരൂ റിബേക്ക, നിനക്ക് നിന്റെ റൂം കാണണ്ടേ? കാതറിൻ ചോദിച്ചു. ദാവീദ് എപ്പോൾ വരും? സമയമെടുക്കും. സോഫിയ, കാതറിൻ വിളിച്ചപ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്നു. റിബേക്കയ്ക്ക് റൂം കാണിച്ചു കൊടുക്കൂ. ചെല്ലു റിബേക്ക. റിബേക്ക സോഫിക്കൊപ്പം പോയി. റിബേക്ക ഫ്രഷായി റൂമിലെ കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ സോഫിയ അവിടേക്ക് വന്നു. വിളിക്കുന്നു, അവൾ പറഞ്ഞു. സോഫിയയുടെ കൂടെ അവൾ താഴേക്ക് ചെല്ലുമ്പോൾ മറിയവും ദാവീദും ഒഴികെ എല്ലാവരും ഉണ്ടായിരുന്നു. ദാവീദ് എവിടെ? റിബേക്ക ആര്യനോട് ചോദിച്ചു. രണ്ടുപേരും റൂമിലേക്ക് പോയിരിക്കുകയാണ്. പുറത്തെന്താ ഇത്ര ശബ്ദം? അതോ, ജനങ്ങളാണ്. അവരുടെ രാജാവിനെ കാണാൻ വന്നതാണ്. അതിനെന്തിനാ മിറിയം കൂടെ പോയേക്കുന്നത്? മിറിയമാണ് ദാവീദ് ഇല്ലാത്തപ്പോൾ ഇതെല്ലാം നോക്കി നടത്തേണ്ടത്. അപ്പോൾ അവളും പോകണം, ആരോൺ പറഞ്ഞു. താഴെ ഏത്തൻ ഹൗസിന്റെ മുറ്റം നിറച്ച ആൾക്കാരായിരുന്നു. പോലീസ് അവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്ന് ദാവീദ് വന്നു നിന്നു. ഒപ്പം മിറിയവും. താഴെ വന്നിരിക്കുന്ന ജനങ്ങൾ അവനെ കണ്ടതും തലകുനിച്ചു വന്ദിച്ചു. എന്ത് ബോറ് പരിപാടിയാണല്ലേ പഗ്, ദാവീദ് പറഞ്ഞു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി പണ്ടത്തെ പോലെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. വെറുതെ അല്ല ഇമ്മാനുവേൽ ഏത്തൻ രാത്രി സഞ്ചാരത്തിനിറങ്ങിയത്. അത് കേട്ടപ്പോൾ മിറിയം ചിരിച്ചു. അങ്ങനെ ഒരു യാത്രയല്ലേ നമ്മളെ ഒരുമിപ്പിച്ചത്. അപ്പോൾ ഈ ചടങ്ങുകളോട് നന്ദി പറയണം മേലേക്ക്. ദാവി, അത് മതി, ദാവീദ് അവളെ നോക്കി പറഞ്ഞു. ഇനി മുതൽ ഒരുമിച്ചിവിടെ ഭരിക്കും. അവൻ അവളുടെ കൈപിടിച്ചു. പോകാം. ദാവീദ് എല്ലാവർക്കും നേരെ കൈവീശി കാണിച്ച് അകത്തേക്ക് പോയി. ദാവീദും മിറിയവും ഒരുമിച്ച് കോണിപ്പടികൾ ഇറങ്ങി വന്നു. പറയൂ മേലേക്ക്, എന്താണ് താങ്കളുടെ ആദ്യത്തെ ആജ്ഞ? അക്കു ചോദിച്ചു. ആദ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരൂ, നല്ല വിശപ്പുണ്ട്, ദാവീദ് ചിരിച്ചു. അപ്പോഴേക്കും മേശമേലെല്ലാം ഒരുങ്ങിയിരുന്നു. ദാവീദും മിറിയവും ആരോണും ആര്യനും റിബേക്കയും കഴിക്കാനിരുന്നു. ബെൽസാരറ്റ്, മിറിയം കോൾഡ് കോഫി മാത്രമേ കഴിക്കൂവെന്നറിയില്ലേ? ദാവീദ് ചോദിച്ചു. ക്ഷമിക്കണം മേലേക്ക്. അവർ വേഗം അകത്തുപോയി മിറിയത്തിന് കോൾഡ് കോഫി എടുത്തു വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദാവീദും മിറിയവും ഹാളിലിരിക്കുമ്പോൾ ആരോൺ വന്ന് ദാവീദിനോട് എന്തോ പറഞ്ഞു. റിബേക്ക ദാവീദിന്റെ അടുത്തേക്ക് വന്നതും ദാവീദ് എഴുന്നേറ്റു. വരൂ മിറിയം, ദാവീദ് പറഞ്ഞു. എങ്ങോട്ടാ ദാവി? റിബേക്ക ചോദിച്ചു. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്, ദാവീദ് പറഞ്ഞു. അതിന് സേറ എന്തിനാ? അവൾ ചോദിച്ചു. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഏത്തൻ കുടുംബത്തിലുള്ളവർക്ക്. വരൂ മിറിയം. മിറിയം ദാവീദിന്റെ ഒപ്പം ഓഫീസ് മുറിയിലേക്ക് പോയി. ഹാളിൽ റിബേക്കയും ആര്യനും മാത്രമായി. ആര്യൻ റിബേക്കയെ നോക്കി. ഇനിയുള്ള ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് സേറയെ ഒഴിവാക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വെറുതെയല്ല അവൻ സേറ തന്നെ വേണം നിയമപഠനത്തിനെന്ന് വാശി പിടിച്ചത്. കൊച്ചു കള്ളൻ, ആര്യൻ ചിരിച്ചു.